ചെമ്മനീർ പൂവിൻ്റെ നാളത്തെ കഥയാണ് കേട്ടോ. നമ്മുടെ അച്ഛമ്മ വന്ന് രേവതിനെ കുറിച്ച് ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛമ്മ ഇപ്പം അതൊന്നും വേണ്ടായിരുന്നു, ഈ റൂം മാറി മാറി എടുക്കുന്നതൊക്കെ അവർക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ഹാളിൽ കിടന്ന ശീലമുണ്ട്, അതുകൊണ്ട് എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല അച്ഛമ്മേ. ശ്രുതിയും വർഷയ്ക്കാണെന്നുണ്ടെങ്കിൽ വലിയ വീട്ടിൽ ജനിച്ചു വളർന്ന പെൺകുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് ഹോളിലൊന്നും കിടക്കുന്നത് പറ്റത്തില്ലായിരിക്കും എന്ന് പറയാം. അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട്, രേവതി നീ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. സുഖമാണെന്നുണ്ടെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമായാലും എല്ലാവരും ഒന്നിച്ച് പങ്കിട്ടങ്ങ് എടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ മാത്രം ടെറസിലും ഹോളിലുമായിട്ടൊന്നും കിടക്കണ്ട. അങ്ങനെ നിനക്ക് ഒരു ബുദ്ധിയില്ലല്ലോ രേവതി. ഇപ്പം നീ ഹോളിലും സച്ചി ടെറസിലും കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു കുട്ടി ഉണ്ടാകുന്നത്? നീ അതിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ രേവതിനെ കളിയാക്കിയിട്ട് ഇങ്ങനെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നീ ആരുടെ മുൻപിൽ താഴ്ന്നു കൊടുക്കാനൊന്നും നിൽക്കണ്ട. എല്ലാവരെയും പോലെ തന്നെയാണ് നീയും ഈ വീട്ടിൽ. പിന്നെ നിൻ്റെ അമ്മായിമ്മ എങ്ങനെയാണോ നിന്നോട് പെരുമാറുന്നത് അതിനനുസരിച്ച് തന്നെ നീയും നിന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശ്രുതിയും കൂടെ പോയിട്ട് അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കട ഉദ്ഘാടനം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഷോപ്പിൽ പോയിട്ട് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ആണെന്നുണ്ടെങ്കിൽ റൂമിൽ കയറിയിട്ട് എ സി ഒക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, നമ്മളിന്ന് ഹോളിലാണ് കിടക്കുന്നത്, ഇന്ന് സച്ചി രേവതി എവിടെ കിടക്കുന്നതെന്ന് പറയാം. അപ്പോൾ ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഹോളിൽ പോയിട്ട് കിടക്കാനായിട്ട്, ഈ എ സി ഒക്കെ കളഞ്ഞിട്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഇവിടെ തന്നെ കിടക്കുകയാണ്, ഇവിടെ എന്ത് നല്ലതാണ്, ഈ എ സി ഒന്നും കളഞ്ഞിട്ട് എനിക്ക് ഹോളിൽ പോയി കിടക്കാനൊന്നും വയ്യ എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോഴേക്കും നമ്മളുടെ രേവതി വന്നിട്ട് ഹോളിൽ ഇങ്ങനെ പായ വിരിക്കുകയാണ് കേട്ടോ കിടക്കാനായിട്ട്. അപ്പോൾ ശ്രീകാന്ത് വർഷയൊക്കെ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇപ്പോൾ ഹോളിൽ പായ വിരിക്കുന്നത്, നിങ്ങളല്ലേ ഇന്ന് റൂമിൽ കിടക്കേണ്ടത്. അവർ ഇതുവരെ ഇങ്ങ് പുറത്തിറങ്ങിയില്ലല്ലോ, അതുകൊണ്ടാണെന്ന് പറയാം. അങ്ങനെ സച്ചി എന്നിട്ട് നമ്മളുടെ ശ്രുതിയേനെയും കൂടെ റൂമിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. എന്നിട്ട് അവർ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഈ ഹോളിൽ കിടക്കുന്നത് ഒട്ടും അങ്ങോട്ട് പറ്റുന്നില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അവിടെ റൂമിൽ തട്ടുകയാണ് ഓരോ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. അവസാനം സച്ചിക്ക് ദേഷ്യം വന്നിട്ട് ഷീറ്റും ബെഡ്ഷീറ്റും തലയണ എല്ലാം കൂടെ ചുരുട്ടി ഇങ്ങനെ കെട്ടിയിട്ട് ശ്രുതിയുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഹോളിൽ പോയിട്ട് കിടക്കാനായിട്ട്. അങ്ങനെ ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഇവിടെ കിടന്ന് ഉറക്കം വരത്തില്ല എന്നൊക്കെ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സാരമില്ല, ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സച്ചിയായിട്ട് തന്നെ ഉണ്ടാക്കും, അപ്പോൾ നമുക്ക് ഇന്നെല്ലാം പരിഹാരം ഉണ്ടാക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ശ്രുതി രാവിലെ എഴുന്നേറ്റ് വന്ന് ചന്ദ്രമതിയുടെ അടുത്തും പരാതി പറയുന്നുണ്ട്, എനിക്കിവിടെ കിടക്കാൻ പറ്റുന്നില്ല അമ്മേ, എനിക്ക് ബിസിനസ് ചെയ്യാനുള്ളതല്ലേ, അത് ശരിയായിട്ട് ഉറക്കം കിട്ടിയില്ലെങ്കിൽ പറ്റത്തില്ല അമ്മ, എങ്ങനെയെങ്കിലും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതൊന്ന് വാങ്ങി തരണമെന്നൊക്കെ പറയാം. അപ്പം നമ്മുടെ ചന്ദ്രമതി പറയുന്നുണ്ട്, അതിപ്പോൾ എങ്ങനെ, അച്ഛമ്മയും അച്ഛനും കൂടെ തീരുമാനിച്ചതല്ലേ, ഇനിയിപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവുന്നത്, നീ എന്തായാലും ഒരാഴ്ച സഹിക്കും, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെയ്തു തരാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇനി നാളത്തെ എപ്പിസോഡിനകത്ത് വരാനായിട്ടിരിക്കുന്നത്.